ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനും സ്ഥാനാർത്ഥികൾ. റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ. ഗഗൻയാൻ ബഹിരാകാശ യാത്രാ സംഘത്തലവനായി മലയാളിയും. പാലക്കാട് സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് സംഘത്തലവൻ. ദൗത്യസംഘത്തെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. BJPയുടെ ഹിന്ദുത്വ സിദ്ധാന്തങ്ങൾക്കും ഐഡിയോളജിക്കും പ്രവർത്തനങ്ങൾക്കുമൊന്നും കേരളത്തിൽ വലിയ അംഗീകാരം കിട്ടില്ലെന്ന് ശശി തരൂർ MP. രാമരാജ്യം കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടെന്നും ശശി തരൂർ. ഉത്രാളിക്കാവിൽ പൂരം പൂത്തുലഞ്ഞു. കുട്ടിയെഴുന്നള്ളിപ്പ് താളവാദ്യ വർണ്ണ വിസ്മയമായി. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനും സ്ഥാനാർത്ഥികളാകും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതോടെ LDFന്റെ 20 സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം പൂർത്തിയായി. CPI സ്ഥാനാർത്ഥികളെയും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് തൃശൂർ നഗരത്തിൽ റോഡ് ഷോ അരങ്ങേറി. തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പെന്ന് VS സുനിൽകുമാർ. എന്ന് പേരുകേട്ട സഖാവ് VV രാഘവന്റെ പാർലമെന്ററി സ്മരണകൾ ഉറങ്ങുന്ന സ്വരാജ് റൗണ്ടിലെ സ്മരണകളെ തൊട്ടുണർത്തിക്കൊണ്ടിതാ സഖാവ് സുനിൽകുമാർ കടന്നു വരുന്നു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനൊപ്പം LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, LDF ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ അണിനിരന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോയുടെ മുൻനിര വാഹനത്തിൽ നിന്ന് മുഴങ്ങിയ P ബാലചന്ദ്രൻ MLAയുടെ അനൗൺസ്മെന്റ് പ്രവർത്തകരിൽ ആവേശം പകർന്നു. യുവാവായിരിക്കുമ്പോൾ പൊരുതുന്ന യുവാക്കളുടെ മുന്നിൽ തീപ്പന്തമായി ജ്വലിച്ച സഖാവ് സുനിൽകുമാർ കടന്നു വരുന്നു. പൂർവസൂരികൾ അംഗം വെട്ടി വീണ മണൽത്തരികളെ, ആ ഓർമ്മകളെ തൊട്ടുണർത്തിക്കൊണ്ടിതാ ഞങ്ങളുടെ നേതാവ് സുനിൽകുമാർ കടന്നു വരുന്നു. സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ റോഡ് ഷോ സമാപിച്ചു. 2019 പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകാൻ ജനങ്ങൾ തയ്യാറായ സാഹചര്യമല്ല രാജ്യത്തുള്ളതെന്നും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും കാവലാളാകാൻ LDFനെ കഴിയൂവെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും VS സുനിൽകുമാർ TCVയോട് പറഞ്ഞു. വളരെ നല്ല ഒരു വിജയം കരസ്ഥമാക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയ സാഹചര്യങ്ങളും സംഘടനാപരമായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് ആണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമായി നിലനിൽക്കണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആ വിഷയത്തിൽ ഏറ്റവും ശക്തമായ ചാഞ്ചല്യമില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിരിക്കും അതിന് ഏറ്റവും ഉചിതമായ രാഷ്ട്രീയ ശക്തി എന്നുള്ളത് ഇന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണത്തിന് തുടക്കമിട്ട LDF ചൊവ്വാഴ്ച സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും റോഡ് ഷോ നടത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ പ്രചരണാർത്ഥം കൊരട്ടിയിൽ റോഡ് ഷോ നടന്നു. LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന റോഡ് ഷോയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നേതൃത്വം നൽകി. നേതാക്കളായ KP തോമസ്, അഡ്വക്കേറ്റ് KJ ജോജി, MJ ബെന്നി, അഡ്വക്കേറ്റ് KR സുമേഷ്, PB രാജു തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. ഗഗൻയാൻ ബഹിരാകാശ യാത്രയ്ക്കുള്ള ബഹിരാകാശ യാത്രാ ദൗത്യ സംഘത്തെ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അങ്കിത് പ്രതാപ്, അജിത് കൃഷ്ണൻ, ശുഭാൻശു ശുക്ല എന്നിവരാണ് മറ്റ് 3 പേർ. അഭിമാനകരമായ നിമിഷമാണ് ഇതെന്നും പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1800 കോടിയുടെ 3 പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സുഖായ് യുദ്ധവിമാന പൈലറ്റായ പ്രശാന്ത് പാലക്കാട് നെന്മാറ കുളങ്ങാട്ട പ്രമീളയുടെയും വിളമ്പിൽ ബാലകൃഷ്ണന്റെയും മകനാണ്. പാലക്കാട് അകത്തേത്തറ NSS കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെയാണ് അദ്ദേഹം ദേശീയ പ്രതിരോധ വിഭാഗത്തിൽ ചേരുന്നത്. 2020 ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി 4 പേരെ തിരഞ്ഞെടുത്തത്. തുടർന്ന് റഷ്യയിലെ ഗഗാറിൽ അടിസ്ഥാന പരിശീലനത്തിന് അയച്ചു. തിരിച്ചെത്തിയതിനു ശേഷം ബംഗളൂരു കേന്ദ്രമാക്കി പരിശീലനം തുടരുകയാണ്. 2025 3 പേരെ ബഹിരാകാശത്ത് എത്തിച്ച് 3 ദിവസത്തിന് ശേഷം തിരികെ ഭൂമിയിൽ എത്തിക്കുന്നതാണ് ഗഗൻയാൻ പദ്ധതി.
ബി.ജെ.പിയുടെ ഹിന്ദുത്വ സിദ്ധാന്തങ്ങൾക്കും ഐഡിയോളജിക്കും പ്രവർത്തനങ്ങൾക്കുമൊന്നും കേരളത്തിൽ വലിയ അംഗീകാരം കിട്ടില്ലെന്ന് ശശി തരൂർ എം.പി. പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ചരിത്രവും അനുഭവവും നോക്കുമ്പോൾ 2000 വർഷങ്ങളായി ഇവിടെ എല്ലാവരും സൗഹൃദത്തോടെ കഴിയുന്ന സാഹചര്യമാണ്. വടക്കേ ഇന്ത്യയിലെ വർഗീയതയും ചരിത്രവുമൊന്നും ദക്ഷിണേന്ത്യയിൽ വില പോകാത്തതുകൊണ്ട് മോദി ഇവിടെ എത്തുമ്പോൾ വികസനമാണ് പറയുന്നത്. എന്നാൽ എവിടെയാണ് വികസനമെന്നും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രാജ്യത്ത് രൂക്ഷമാണെന്നും വർഗീയ രാഷ്ട്രീയത്തെ മലയാളികൾ തള്ളുമെന്നും തരൂർ പറഞ്ഞു. 15 വർഷക്കാലത്തെ തന്റെ രാഷ്ട്രീയ നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടിയാണ് താൻ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാറില്ലെന്നും ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനം ഓരോ സംസ്ഥാനങ്ങളിലെയും ധാരണാപ്രകാരമാണെന്നും ശശി തരൂർ പറഞ്ഞു. നമ്മളുടെ കേരളത്തിൻ്റെ ചരിത്രവും കേരളത്തിൻ്റെ അനുഭവമൊക്കെ നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒപ്പം, എല്ലാ മതം, എല്ലാ ജാതി, എല്ലാവരും ഒപ്പം ജീവിച്ചിട്ട് ഉൾക്കൊണ്ട് കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് നമ്മളുടെ. അത് കുറേ ഒരു 2000 വർഷമായിട്ട് അങ്ങ് നടക്കുന്ന ഒരു ഭാഗമാണ് നമ്മളുടെ കേരളം. അതുകൊണ്ട് ഈ വടക്കൻ ഭാരതത്തിൽ വരുന്ന വർഗീയത, അവരുടെ ചരിത്ര ഓർമ്മകൾ അതൊക്കെ നമ്മൾക്കില്ല. അവർ പറയുന്ന പിന്നെ അവരനുഭവിച്ചിട്ടുണ്ടായിരുന്ന ആക്രമണങ്ങളും വേദനകളും അതിനെ ഇപ്പോൾ മാറ്റാനൊരു സമയമായി, ഞങ്ങളുടെ ഭരണം വരാനൊരു കാലം, അങ്ങനെ ഒരു ചിന്ത ഇവിടെ മലയാളി ഹിന്ദുക്കൾക്കൊന്നും ഇല്ലല്ലോ. ഹിന്ദുക്കൾക്ക് വേണ്ടി രാമരാജ്യം കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടെന്ന് കോൺഗ്രസ് കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ എം.പി. പറഞ്ഞു. ടി.എൻ. പ്രതാപൻ എം.പി. നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹസന്ദേശയാത്ര 7ാം ദിവസ പര്യടനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാമരാജ്യം കൊണ്ടുവരുമെന്ന് പറയുന്നവർ നാഥുറാം ഗോഡ്സെയുടെ രാജ്യമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞവർ 1 കോടി തൊഴിൽ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. 10 വർഷത്തെ മോദി ഭരണം രാജ്യത്തിന്റെ സുരക്ഷ വരെ അപകടത്തിലാക്കിയെന്നും തരൂർ ആരോപിച്ചു. ജാഥ ക്യാപ്റ്റൻ ടി.എൻ. പ്രതാപൻ എം.പി. അദ്ദേഹം പതാക കൈമാറി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് സെക്രട്ടറി അരവിന്ദൻ പല്ലത്ത്, മുൻ MLA TV ചന്ദ്രമോഹൻ, നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, സുനിൽ അന്തിക്കാട്, ഒ അബ്ദുറഹ്മാൻ കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പൂരലഹരിയിൽ ഉത്രാളിക്കാവ്. പൂരത്തിലെ പ്രധാന പങ്കാളിയായ എങ്കക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് കുനിശ്ശേരി അനിയന്മാരാരുടെ നേതൃത്വത്തിൽ നടപ്പുര പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ ആരംഭിച്ചതോടെയാണ് പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായത്. എങ്കക്കാട് ദേശം എഴുന്നള്ളിപ്പ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടന്നതോടെ കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ ആരംഭിച്ചു. എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് നടന്ന പഞ്ചവാദ്യത്തിന് ചൊറ്റാനിക്കര നന്ദപ്പന്മാരാർ, കോങ്ങാട് മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12-ന് ചരിത്രപ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യം കരിമരക്കാട് ശിവക്ഷേത്രത്തിൽ ആരംഭിച്ചതോടെ വടക്കാഞ്ചേരി എഴുന്നള്ളിപ്പിന് തുടക്കമായി. വൈക്കം ചന്ദ്രൻ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി. കുമരനെല്ലൂർ ദേശം ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടക്കുന്നതോടെ ദേശങ്ങൾ തമ്മിലുള്ള എഴുന്നള്ളിപ്പ്, പൂതൻ തിറ, ഹരിജൻ വേല എന്നിവ നടന്നു. തുടർന്ന് ഭഗവതിപൂരം കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. രാത്രി എങ്കക്കാട് ദേശം വെടിക്കെട്ടിന് തിരികൊളുത്തിയതോടെ പകൽപൂരത്തിന് സമാപനമായി. വടക്കാഞ്ചേരി ദേശത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും, എങ്കക്കാടിന് തിരുവമ്പാടി ചന്ദ്രശേഖരനും, കുമരനെല്ലൂരിന് പുതുപ്പള്ളി കേശവനും തിടമ്പേറ്റി. ദേശീയപാത കൊടകരയിൽ സ്കൂട്ടർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. തൃക്കൂർ മെച്ചൂർ വീട്ടിൽ സുരേഷ് കുമാറിന്റെ മകൻ 21 വയസ്സുള്ള കൃഷ്ണപ്രസാദാണ് മരിച്ചത്. ഒപ്പം യാത്ര ചെയ്തിരുന്ന സുഹൃത്ത് ആദർശിനെ പരുക്കുകളോടെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിലെ വൃന്ദാവൻ ജംഗ്ഷന് സമീപത്തായിരുന്നു അപകടം. കൃഷ്ണപ്രസാദിനെ കൊടകരയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാലക്കുടി നിർമ്മല കോളേജിൽ 3ാം വർഷ വിദ്യാർത്ഥിയാണ് കൃഷ്ണപ്രസാദ്. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പഴയന്നൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. SK ഫുട്വെയർ സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. സ്ഥാപനം തുറന്ന ശേഷമാണ് തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കടയിലെ ഇൻവെർട്ടർ സ്ഥാപിച്ചിരുന്ന ഭാഗത്തു നിന്നാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കടയുടമ പറഞ്ഞു. കടയിലുണ്ടായിരുന്ന ബാഗുകൾ, ചെരുപ്പുകൾ എന്നിവ കത്തി നശിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. 17 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിക്ക് 10 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചുണ്ടൽ സ്വദേശി ചുണ്ടപ്പുരയ്ക്കൽ മനോജിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് S. ലിഷ ശിക്ഷിച്ചത്. 2020-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകരായ ബിനോയ്, അശ്വതി, രഞ്ജിക ചന്ദ്രൻ എന്നിവർ കോടതിയിൽ ഹാജരായി.
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 50 വർഷം കഠിന തടവും 3,70,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വലക്കാവ് മണ്ണൂർ സ്വദേശി ഇമ്മട്ടി വീട്ടിൽ എബിനെയാണ് തൃശൂർ അതിവേഗ സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 3 വർഷവും 2 മാസവും കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ സുനിത, അഭിഭാഷകനായ ടി ഋഷിചന്ദ് എന്നിവർ കോടതിയിൽ ഹാജരായി. പോലീസ് ചമഞ്ഞ് വാഹനം തടഞ്ഞ് വിദേശത്തേക്ക് പോകുന്നയാളുടെ വിസയും ടിക്കറ്റും തട്ടിയെടുത്ത യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി ഉരുവിൻപുറത്തെ നൌഫലാണ് അറസ്റ്റിലായത്. 2023 ഡിസംബർ 27 സംഭവം. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന ചാലിശ്ശേരി മുക്കിലപ്പിടിക സ്വദേശി ഖാദർ സഞ്ചരിച്ചിരുന്ന കാറിനെ മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്നെത്തിയ നൌഫൽ പടിയൊട്ടുമുറിയിൽ വെച്ച് തടയുകയും കേസിൽ പ്രതിയാണെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും പറഞ്ഞ് പാസ്പോർട്ടും ടിക്കറ്റും കൈവശപ്പെടുത്തി കടന്നു കളയുകയായിരുന്നു. ഖാദർ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞെങ്കിലും ഇയാൾ ഒളിവിൽ കഴിഞ്ഞു. മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. കോടതിയിൽ ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനം ബീച്ചിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ബസിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുളിമുട്ടം ഭജനമഠം സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ഇളയരാം പുരയ്ക്കൽ രാഹുൽ രാജ്, പെരിഞ്ഞനം ഓണപ്പറമ്പ് സ്വദേശി കോഴിപ്പറമ്പിൽ സുബീഷ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ, SI പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 22-നാണ് കേസിനാസ്പദമായ സംഭവം. പെരിഞ്ഞനം സുജിത്ത് ബീച്ച് പരിസരത്ത് കൊപ്രപ്പറമ്പിൽ സന്തോഷിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും സമീപത്ത് നിർത്തിയിട്ടിരുന്ന ശ്രീ അയ്യപ്പ ഫിഷിംഗ് ഗ്രൂപ്പ് ബസിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ 3 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. കൊരട്ടി 4 കെട്ടിൽ പൊളിച്ചിട്ട റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിലെ ജല അതോറിറ്റി കാര്യാലയം ഉപരോധിച്ചു. 4 കെട്ട് ഇരട്ടച്ചിറ റോഡിന്റെ 1 കിലോമീറ്റർ ദൂരം തിങ്കളാഴ്ച മുതൽ ടാറിംഗ് തുടങ്ങുമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം പിന്നീട് അവസാനിപ്പിച്ചു. ടാറിംഗിന്റെ മുന്നോടിയായി 6 വീടുകളിലേക്ക് പുതിയ വാട്ടർ കണക്ഷൻ നൽകൽ അടുത്ത 3 ദിവസത്തിനകം പൂർത്തിയാക്കും. കാലപ്പഴക്കം വന്ന ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇടയ്ക്കിടെ പൊട്ടുമ്പോൾ അറ്റകുറ്റപ്പണികൾക്കാണ് പ്രദേശത്ത് റോഡ് പൊളിച്ച് പിന്നീടത് കൃത്യമായി മൂടാറില്ല. ജൽജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അടുത്തിടെ റോഡ് പൊളിച്ചു. ഇതോടെ പല സ്ഥലത്തും വലിയ ഗർത്തങ്ങളും രൂപം കൊണ്ടിരുന്നു. തകർന്ന റോഡിലൂടെ സ്വകാര്യ ബസ്സുകളടക്കം ഓട്ടം നിർത്തിവെച്ചു. ജീവിതം വഴിമുട്ടിയതോടെയാണ് നാട്ടുകാർ ഉപരോധ സമരത്തിന് തുനിഞ്ഞത്. കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP തോമസ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ഡെന്നിസ് ആന്റണി, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി MV ഗംഗാധരൻ തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. കലാമണ്ഡലം ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയെന്ന സംശയം. തിങ്കളാഴ്ച വൈകിട്ടാണ് 25ഓളം വിദ്യാർത്ഥികൾക്ക് വയറിളക്കവും പനിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചെറുതുരുത്തിയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. ഹോസ്റ്റൽ ക്യാൻറ്റീനിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് ഉഴുന്നുവട കഴിച്ചിരുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ വിശദീകരിച്ചു. ചെറുതുരുത്തി നെടുമ്പുര പ്രദേശത്ത് കുരങ്ങന്മാരുടെ ശല്യം രൂക്ഷമായി. കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ കുരങ്ങന്മാർ നെടുമ്പുര കോട്ടയിൽ വീട്ടിൽ സുധനന്റെ വീട്ടിൽ നാശനഷ്ടങ്ങൾ വരുത്തി. വീടിന്റെ ഓടുകൾ തകർത്തകത്ത് കയറിയ കുരങ്ങന്മാർ സാധനങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. നെല്ല് സൂക്ഷിച്ച കുടങ്ങൾ, അരിപ്പാത്രങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, മറ്റ് വീട്ടുപകരണങ്ങൾ എന്നിവയും തയ്യാറാക്കി വെച്ച ഭക്ഷണങ്ങളും കുരങ്ങന്മാർ നശിപ്പിച്ചു. സമാന രീതിയിൽ പ്രദേശത്തെ മറ്റ് ചില വീടുകളിലും കുരങ്ങന്മാർ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ അതിപ്രധാനമായ ഉത്സവബലി നാളെ നടക്കും. ഉത്സവബലി തൊഴാൻ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഗുരുവായൂരപ്പ ഭക്തരെത്തും. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം 8 മണിയോടെയാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കുക. അതിസങ്കീർണമായ ചടങ്ങുകൾ 6 മണിക്കൂർ നീണ്ടു നിൽക്കും. ക്ഷേത്രം തന്ത്രിയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. ക്ഷേത്രത്തിനകത്തെ എല്ലാ ദേവീദേവന്മാർക്കും ഭൂതഗണങ്ങൾക്കും പൂജാവിധിയോടെ ഹവിസ് തൂകുന്ന ചടങ്ങാണ് ഉത്സവബലി. അദൃശ്യരൂപികളായ ദേവീദേവന്മാരുടെ സംഗമമെന്നാണ് ഉത്സവബലിയെ വിശേഷിപ്പിക്കുന്നത്. ഇവരെ പാണികൊട്ടി മന്ത്രപുരസരം ആവാഹിച്ചു വരുത്തും. ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടക്കുക. 11 മണിയോടെ നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കൾക്ക് ബലി തൂകുന്ന സമയത്താണ് ഉത്സവ ബലി ദർശനം. 30 മുക്കോടി ദേവന്മാരും ഈ സമയത്ത് ഭഗവത് ദർശനത്തിന് എത്തുമെന്നാണ് സങ്കല്പം. ഈ സമയം ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ദീപാലങ്കാരങ്ങളാൽ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ചിരിക്കും.
ഉത്സവ ബലി കണ്ട് തൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം. തന്ത്രി നമ്പൂതിരിപ്പാടാണ് ഉത്സവ ബലി ചടങ്ങുകൾ നിർവഹിക്കുക. തന്ത്രിക്ക് പുറമെ തിടമ്പ് കയ്യിലെന്തുന്ന കീഴ്ശാന്തി, വിളക്ക് പിടിക്കുന്ന കഴുകക്കാർ, പാണി കൊട്ടുന്ന മാരാർ എന്നിവർ ചടങ്ങ് പൂർത്തിയാകുന്ന വൈകിട്ട് 4 വരെ ജലപാനം പോലുമില്ലാതെ ശുദ്ധോപവാസത്തിലായിരിക്കും. പക്ഷിമൃഗാദികൾക്ക് കൂടി ഈ ദിവസം അന്നം നൽകണമെന്നാണ് ആചാരം. സന്ധ്യയ്ക്ക് 12 ഇടങ്ങഴി അരിവെച്ച നിവേദ്യം ഇതിനായി ചെമ്പ് വട്ടകയിൽ മാറ്റിവെച്ചിരിക്കും. ദേശപ്പകർച്ചയാണ് ഉത്സവ ബലി ദിവസത്തെ മറ്റൊരു സവിശേഷത. പായസമടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ദേശപ്പകർച്ചയിൽ നൽകുക. മാമ്പഴം, പഴം എന്നിവ കൊണ്ട് തയ്യാറാക്കുന്ന വെന്നിയും മുതിരയും ഇടിച്ചക്കയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പുഴുക്ക്, പപ്പടം, ചെത്തുമാങ്ങ അച്ചാർ എന്നിവ ഈ ദിവസത്തെ പ്രത്യേകതയാണ്. രാത്രി ചോറ്, കാളൻ, ഓലൻ, എലിശ്ശേരി, പച്ചടി, വറുത്തുപ്പേരി, ചെത്തുമാങ്ങ അച്ചാർ, പായസം എന്നിവയോടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടാകും. കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ.വി. അബ്ദുൽ ഖാദർ മുടങ്ങാതെ 10ാം വർഷവും ഗുരുവായൂരിൽ പ്രസാദഊട്ട് കഴിക്കാനെത്തി. ക്ഷേത്രത്തിനകത്ത് നടന്നിരുന്ന പ്രസാദഊട്ട് 2014 മുതലാണ് പുറത്തേക്ക് മാറ്റിയത്. അന്നു മുതൽ കെ.വി. അബ്ദുൽ ഖാദർ ഉത്സവക്കഞ്ഞി കുടിക്കാനെത്താറുണ്ട്. അബ്ദുൽ ഖാദറിനെ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയനും ചേർന്ന് സ്വീകരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം സി. മനോജ്, അസിസ്റ്റന്റ് മാനേജർ എ.വി. പ്രശാന്ത് എന്നിവർക്കൊപ്പം ഇരുന്നാണ് അബ്ദുൽ ഖാദർ കഞ്ഞി കുടിച്ചത്. ശശി തരൂർ MP-യും ഉത്സവക്കഞ്ഞി കുടിക്കാൻ എത്തിയിരുന്നു. ദേവസ്വം മുൻ ചെയർമാൻ ടി.വി. ചന്ദ്രമോഹൻ, മുൻ ഭരണസമിതി അംഗം എൻ. രാജു, നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ.പി. ഉദയൻ എന്നിവരും ശശി തരൂരിനൊപ്പം ഉണ്ടായിരുന്നു. ഉത്സവത്തിന്റെ 7ാം വിളക്ക് ദിനത്തിൽ നടന്ന പ്രസാദഊട്ടിൽ 25,000-ഓളം പേർ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ ജില്ലാ ടൗൺ പ്ലാനർ മുനിസിപ്പൽ ചെയർമാന് കൈമാറി. 12 വർഷത്തോളം നീണ്ട പ്രവർത്തനങ്ങൾക്ക് ശേഷം അന്തിമമായി അംഗീകരിച്ച മാസ്റ്റർ പ്ലാനാണ് ജില്ലാ ടൗൺ പ്ലാനർ ടി.K. രാജീവ് നഗരസഭാ ചെയർമാൻ എബി ജോർജിന് നൽകിയത്. നഗരസഭാ പരിധിയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുതൽ നടപ്പാക്കുക. ഇതോടെ നഗരസഭ രൂപം കൊണ്ട കാലത്ത് തയ്യാറാക്കിയ 2 DTP സ്കീമുകളും ഇല്ലാതായി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ച കരട് മാസ്റ്റർ പ്ലാനിനെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. തുടർന്നാണ് ഇപ്പോഴത്തെ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുകയും കാതലായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തത്. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോർജ് തോമസ്, ദീപു ദിനേശ്, ജിജി ജോൺസൺ, സുസമ്മ ആന്റണി എന്നിവർ പങ്കെടുത്തു. കടവല്ലൂരിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ നിന്ന് ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ് കവർന്നു. ചാലിശ്ശേരി സ്വദേശി ഷാനിന്റെ സ്കൂട്ടറിൽ നിന്നാണ് 1 ലക്ഷത്തോളം രൂപ വില വരുന്ന ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ് മോഷണം പോയത്. ബാഗിൽ ചെക്കുകളും സൂക്ഷിച്ചിരുന്നു. കടവല്ലൂരിലെ സ്വകാര്യ സ്ഥാപനത്തിന് മുൻപിൽ സ്കൂട്ടർ പാർക്ക് ചെയ്തതിനു ശേഷം സാധനങ്ങൾ വാങ്ങി തിരികെ എത്തിയപ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ യു മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. മലക്കപ്പാറ ഞണ്ടിച്ചുട്ടാമ്പാറ ആദിവാസി കോളനിയിലെ മൂപ്പൻ വീരനെ മർദ്ദിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കെതിരെ മലക്കപ്പാറ പോലീസ് കേസെടുത്തു. മുക്കുംപുഴ സ്റ്റേഷനിലെ BFO ജോമോന്റെ പേരിലാണ് കേസെടുത്തത്. വീരാൻകുടി കോളനിയിലെ 9 കുടുംബങ്ങളെ ഞണ്ടിച്ചുട്ടാമ്പാറയിൽ നിന്നും മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. TCV സീനിയർ റിപ്പോർട്ടറും സിനിമാ നാടക പ്രവർത്തകനുമായിരുന്ന ജിയോ സണ്ണിയുടെ സ്മരണയ്ക്കായി തൃശൂർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ജിയോ സണ്ണി ഷോർട്ട് ഫിലിം പുരസ്കാരത്തിന് എൻട്രികൾ ക്ഷണിച്ചു. 2023 ജനുവരി 1 മുതൽ 2023 ഡിസംബർ 31 വരെ റിലീസ് ചെയ്ത 20 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഹ്രസ്വ ചിത്രങ്ങളാണ് പരിഗണിക്കുക. മാർച്ച് 15 വരെ എൻട്രികൾ അയക്കാം. ചിത്രങ്ങൾ നേരിട്ടോ ഇമെയിൽ വഴിയോ തൃശൂർ പ്രസ് ക്ലബ്ബിൽ സമർപ്പിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ 3 ചിത്രങ്ങൾക്ക് പുരസ്കാരവും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ചടങ്ങുകൾ ഭക്തി നിർഭരമായി. രാവിലെ വിശേഷാൽ ശീവേലി നടന്നു. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചാരി മേളം അകമ്പടിയേകി. നിരവധി ഭക്തരാണ് ദർശനത്തിനും മേളം ആസ്വദിക്കാനുമായി എത്തിയത്. വൈകിട്ട് ദീപക്കാഴ്ച, പഞ്ചവാദ്യം, തിരുവാതിരക്കളി, ഒട്ടൻതുള്ളൽ എന്നിവ അരങ്ങേറി. ബുധനാഴ്ച നടക്കുന്ന ആറാട്ടോടുകൂടി ക്ഷേത്രോത്സവത്തിന് സമാപനമാകും.
നെഹ്റു യുവകേന്ദ്രയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം ജില്ലാ ഘടകത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൃശൂരിൽ യുവജന പാർലമെന്റ് സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന നെയ്ബർഹുഡ് യൂത്ത് പാർലമെന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ C. ബിൻസി അധ്യക്ഷയായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകൻ VK ശ്രീധരനെ ചടങ്ങിൽ ആദരിച്ചു. ആശ ഫ്രാൻസിസ് ക്ലാസ് നയിച്ചു. NSS ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് വർഗീസ്, പ്രോഗ്രാം കൺവീനർ നന്ദകുമാർ, KR ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളാണ് യുവജന പാർലമെന്റിൽ പങ്കെടുത്തത്. അദ്ദേഹം വീട്ടിൽ സൃഷ്ടിച്ച ഒരു ഭൂമിമിത്ര അവാർഡ് ലഭിക്കുകയാണ്. ഏകദേശം 25 ദേശീയപാത കൊരട്ടി പെരുമ്പിയിൽ ആഡംബര കാർ സ്വകാര്യ ബസിന്റെ പിന്നിലിടിച്ചു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാർ ഓടിച്ചിരുന്ന കൊരട്ടി സ്വദേശിയായ യുവാവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥും ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണനും സ്ഥാനാർത്ഥികൾ. റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ. ഗഗൻയാൻ ബഹിരാകാശ യാത്രാ സംഘത്തലവനായി മലയാളിയും. പാലക്കാട് സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് സംഘത്തലവൻ. ദൗത്യസംഘത്തെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. BJPയുടെ ഹിന്ദുത്വ സിദ്ധാന്തങ്ങൾക്കും ഐഡിയോളജിക്കും പ്രവർത്തനങ്ങൾക്കുമൊന്നും കേരളത്തിൽ വലിയ അംഗീകാരം കിട്ടില്ലെന്ന് ശശി തരൂർ MP. രാമരാജ്യം കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടെന്നും ശശി തരൂർ. ഉത്രാളിക്കാവിൽ പൂരം പൂത്തുലഞ്ഞു. കൂട്ടിയെഴുന്നള്ളിപ്പ് താളവാദ്യ വർണ്ണ വിസ്മയമായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.